ഹലോ ട്രേഡേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി അനാലിസിസ് ചെയ്ത് വെച്ചിരുന്നു. നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞത് നിഫ്റ്റി ഈ ലെവല് വരെ നിഫ്റ്റി മൂവ് ചെയ്യണം, വീഴണം അല്ലെ. ടാർഗറ്റ് ഈ ലെവലാണ്. നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ഒരു ലെവല് ഇതായിരുന്നു, 22,388. ഈ ലെവലില് താഴെയാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ലെവലാണ്. ഈ രണ്ട് ലെവൽസിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ലെവൽ വരെ ട്രാവൽ ചെയ്യണം മിനിമം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഓപ്പൺ ആയത് തന്നെ ഈ ലെവലിന് താഴെ ആയതുകൊണ്ട് ഈ ലെവല് റെസിസ്റ്റൻസ് ആകും. നിങ്ങൾക്ക് കാണാൻ പറ്റും, രാവിലെ ഗ്യാപ് ഡൗൺ വീണിട്ട് നമ്മുടെ ഈ ലെവലിൽ ഇത് സപ്പോർട്ട് ബിൽഡ് ചെയ്ത് മുകളിൽ പോയിട്ട് ഈ ലെവലിൽ അത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ഓക്കെ, സോ ഈ ലെവലിൽ നിന്ന് അത് എന്ത് ചെയ്യണം, താഴെ വീഴണം. ടാർഗറ്റ് ഈ ലെവലാണ്. ഓക്കെ, നമുക്ക് കമ്മിങ് ഡേയ്സിൽ ഇത് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, അല്ല ഈ ലോയെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നാളെ അതിന് പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നാളെ ഓപ്പൺ ആവുന്നതിന് താഴാണെങ്കിൽ ഇത് ഈ ലെവൽ വരെ ഷുവറായിട്ട് വീഴണം. ഓക്കെ, നിഫ്റ്റിക്ക് നമുക്ക് ലെവൽസിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇന്ന് നിഫ്റ്റിയിൽ ഈ ലെവൽസ് തന്നെ യൂസ് ചെയ്താൽ മതി നാളത്തേക്ക്. ഓക്കെ, സ്റ്റോക്ക് സെയിം സ്റ്റോക്ക് തന്നെ, ഹിന്ദാൽകോ ആക്ച്വലി ഞാൻ ഇന്ന് ഷോർട്ട് ചെയ്തത് ഇൻഫിയാണ്. ഇൻഫി ഈ ലോ ബ്രേക്ക് ചെയ്യണം, അതായിരുന്നു ഇൻഫിയുടെ ടാർഗറ്റ്. ഇതിന് താഴെ പോകണം, ഇതിന് താഴെ പോകണം പ്രൈസ്. ഓക്കെ, അതിന് റീസൺ ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ആക്ച്വലി ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഈ ലെവലില് നിഫ്റ്റി ഇൻഫോസിസ് സപ്പോർട്ട് എടുക്കണം. ഓക്കെ, സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അതിന് സിംറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത് ഈ ലെവലിലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഹൈ ഉണ്ടാക്കി, തിരിച്ച് ഈ ലെവലിൽ അപ്രോച്ച് ചെയ്തപ്പം ഉണ്ടാക്കിയ ഹൈ ഇതാണ്. മനസ്സിലായ? ഈ ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഇതിന് പറ്റിയില്ല. അതായത് ഇവിടെ സപ്പോർട്ട് ഇല്ല. ഇത് മുന്നേ ഏത് ലോ ഉണ്ടാക്കിയോ ആ ലോയുടെ താഴെ പ്രൈസ് പോകണം. മനസ്സിലായ? ഇന്ന് ഓപ്പൺ വീക്കായിട്ട് ക്വാർട്ടറിന്റെ ലെവലിന്റെ താഴെയാണ് ഓപ്പൺ ആയത്. ഏതെങ്കിലും റെസിസ്റ്റൻസിൽ നിന്ന് ഇത് എന്ത് ചെയ്യണം, താഴെ വീഴണം. ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്യാം. ഇതായിരുന്നു ഇന്നത്തെ ഇൻഫിയിലുള്ള ട്രേഡ്. ഇനി ഹിന്ദാൽകോയില് നമുക്ക് കൺഫർമേഷൻ ഇല്ല ഇന്നത്തെ ദിവസം. കാരണം ഇത് ഓപ്പൺ ആയത് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ലെവൽ, അതായത് ഇത് മൊത്തത്തിൽ റെസിസ്റ്റൻസ് ആണ് കമ്മിങ് ഡേയ്സ്. അതായത് നാളെ നമുക്കിതിനെ സെല്ലിന് വെക്കാൻ പറ്റും. ഓക്കെ, നാളെ ഈ ഹിന്ദാൽകോയില് ഞാൻ ചെയ്യുന്നത് സെൽ സൈഡ്, ഇതിന്റെ ഹൈപ്പ് സെല്ലാണ്, സെൽ സൈഡിലെ ട്രേഡാണ് ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ഇത് തന്നെയാണ് സ്റ്റോക്ക്. ഓക്കെ, എല്ലാവരും ഈ നിഫ്റ്റിയുടെ ലെവൽസിനെ ഒന്ന് മോണിറ്റർ ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.